മാസപ്പടി കേസിലെ SFIO റിപ്പോർട്ടിൽ CMRLന്റെ സംഭാവന കണക്കുകളും വൻതുകകൾ സംഭാവനയായി കൈപ്പറ്റിയ രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് സംഘടനകൾ, ഗ്രൂപ്പുകൾ, ഇവരുടെ പശ്ചാത്തലം എന്നിവ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ട് എന്നതാണ് സൂചന. ഭീകരവാദ പ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് അന്വേഷണ സംഘം ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആദായ നികുതി കണക്കുകളിൽ ഒന്നും കാണിക്കാതെ CMRL വകമാറ്റിയ 135 കോടി രൂപയിൽ നല്ലൊരു പങ്ക് സംഭാവന ഇനത്തിൽ മാറിയതായാണ് വിവരം. കരിമണൽ ഖനന കമ്പനിയായ CMRL രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റു സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കുമെല്ലാം വൻ തുകകൾ സംഭാവനയായി നൽകാറുണ്ട്. ഇങ്ങനെ സംഭാവന കൈപ്പറ്റിയ സംഘടനകളിൽ നിന്നും നേതാക്കളിൽ നിന്നും CMRLന് ലഭിച്ച പ്രത്യുപകാരം, സംഭാവന നൽകിയ പണത്തിന്റെ ഉറവിടം എന്നിവയും SFIO അന്വേഷിച്ചിട്ടുണ്ട്. ഇതുകൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൈമാറിയ റിപ്പോർട്ടെന്നാണ് സൂചന. ഭീകരപ്രവർത്തനത്തെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ടെന്ന് SFIO ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഉന്നത രാഷ്ട്രീയ നേതാവിന് പണം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും SFIO ഉയർത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയടക്കം 20 പേരെ ചോദ്യം ചെയ്തും വീണയുടെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് രേഖകൾ, CMRL ഓഫീസുകളിൽ നിന്ന് എടുത്ത ഫയലുകൾ എന്നിവയുടെ പരിശോധനകൾ പൂർത്തിയാക്കിയുമുള്ള സമഗ്ര റിപ്പോർട്ടാണ് SFIO കൈമാറിയിട്ടുള്ളത്. CMRL എക്സാലോജിക്കിന് നൽകിയ 1,72,00,000 രൂപയെ സംബന്ധിച്ചും മാലിന്യ നീക്കമടക്കമുള്ള പേരുകളിൽ ചെലവഴിച്ച തുക സംബന്ധിച്ചുള്ള ദുരൂഹതകളിലുമാണ് SFIO അന്വേഷണം. നേരത്തെ ആദായ നികുതി വകുപ്പ് ROC അന്വേഷണങ്ങൾ നടന്നിരുന്നു. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.